ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുള്ള ഈ നെയ്ച്ചോറിന്റെ റെസിപ്പി. ഞങ്ങളുടെ വീട്ടിലാണ് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് ഈ നെയ്ച്ചോറ്. അതുകൊണ്ടായിട്ട് ഇതിന്റെ റെസിപ്പി വീണ്ടും ഇടുന്നേ. അപ്പൊ ഇതുവരെയായിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ. നമ്മൾ എന്തുണ്ടാക്കിയാലും എളുപ്പപ്പണി നോക്കണ ആൾക്കാരാട്ടോ. അതുകൊണ്ട് നമ്മളെല്ലാം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുള്ളൂ. അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെയ്ച്ചോറിന്റെ റെസിപ്പി നോക്കിയാലോ. സിമ്പിൾ ആയിട്ടൊന്നും പറയാനില്ല, അല്ലെങ്കിലും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ആദ്യം തന്നെ ഓയിലേക്ക് മസാലകളൊക്കെ ഇട്ട് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് സവാള ഇരിഞ്ഞ് ചേർക്കുക. ആ സവാള നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളം ഒഴിക്കുക. നമ്മളോട് വെള്ളം എന്തോരം എടുത്തതെന്ന് വെച്ചാൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ളതിൽ വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട്. ആ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർക്കുക, കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മൂടി വെച്ച് വെള്ളം വറ്റി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ഫുഡ് കളറും പൈനാപ്പിൾ എസൻസും ചേർത്ത് മൂടി വെക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് തുറന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടാ. മൊത്തമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുകളിൽ ഇങ്ങനെ കളർ ചേർത്തിട്ടില്ലേ, അപ്പൊ ആ കളർ ഒന്ന് ഭംഗിക്ക് കിടക്കാൻ പാകത്തിന് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് വറുത്ത് വെച്ച കാഷ്നട്ടും മുന്തിരിയും പിന്നെ കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടാണ് നമ്മളോട് നെയ്ച്ചോറ് ഉണ്ടാക്കണേ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്കറിയാം, എന്നാലും ഉണ്ടാക്കിയപ്പോൾ ഒന്ന് റെസിപ്പി വീഡിയോ തെറ്റുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ.